ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ചിരട്ടയിലാണ് ഞാൻ ഇറച്ചിപ്പുട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ഗ്ലാസ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ്. ഇതിന് 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. പുട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാളികേരമാണ്. ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്ത് ചിരകി എടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ചിക്കനാണ്. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ബീഫ് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 250 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. പാനിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല പോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഒരു കളറിനും ഭംഗിക്കും വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, നിർബന്ധമില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ടേസ്റ്റി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. ഇത് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൊടിയായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം.
അതിനുവേണ്ടി ഇതുപോലെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചെറിയ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ലെയറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയ ചിരട്ടയാണ്. അപ്പോൾ ഇതുപോലൊരു ഹോളുള്ള ചിരട്ടയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂണോളം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 2 ടീസ്പൂണോളം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മസാലയ്ക്ക് മുകളിലായിട്ട് അല്പം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു കൈലോളം പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് അല്പം കൂടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരല്പം മസാലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ മുകളിലെ വിസിൽ മാറ്റിയിട്ട് നമുക്കതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ആവി വരുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് ഇതുപോലെ ചിരട്ട വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ചിരട്ട എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഹോള് വിസിലെടുത്ത് മാറ്റിയ ഭാഗത്ത് കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം അതിൽ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. ഒരു 3-4 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കുക്കറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, ചിരട്ട നല്ല ചൂടുണ്ടായിരിക്കും. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് പതിയെ കമഴ്ത്തി വെക്കാം. എന്നിട്ട് മെല്ലെ ചിരട്ട പൊക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇറച്ചിപ്പുട്ട് തയ്യാറാക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു തവണ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.